ബർമ സാക്ഷാൽ ശിവൻ തന്നെയാണോ? കാന്താരയിലെ ഈ പുലി ശരിക്കും ആരാണ്? ശിവനും ബർമയും തമ്മിൽ ഉള്ള കണക്ഷൻ എന്താണ്? ഗുളികൻ ആരാണ്? ക്ലൈമാക്സിൽ വന്ന ചാവുണ്ടി അതാരാണ്? എങ്ങനെയാണ് ഇവരെല്ലാം പരസ്പരം കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്? ഇവരുടെ പിറകെയുള്ള മിത്തോളജി കാര്യങ്ങളൊക്കെ എന്താണ്? എങ്ങനെ 100 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ തലയിൽ വന്നിട്ടുണ്ടാവും കാന്താര ചാപ്റ്റർ 1 കണ്ടു കഴിഞ്ഞിട്ട്. ആദ്യം തൊട്ട് നമുക്ക് തുടങ്ങാം. പുലി. ഋഷഭ് ഷെട്ടി കഥകളൊക്കെ എടുത്തിരിക്കുന്നത് പുള്ളിയുടെ തന്നെ കൾച്ചർ ആയിട്ടുള്ള തുളു ട്രഡീഷനിൽ നിന്നാണ്. അപ്പൊ അതെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ക്ലൈമാക്സിൽ വരുന്ന ചാവുണ്ടിയുടെ വാഹനമാണ് ടൈഗർ, പുലി. ശരിക്കും ഇത് പുലിയല്ല, കടുവയാണ്. ഞാൻ പറയാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് പുലി എന്ന് പറഞ്ഞത്. നിങ്ങൾ പടം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ചാവുണ്ടി പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു ടൈമില് പുറകോട് ഒരാൾ മമ്മി പമ്മി പോണ കണ്ടോ, അത് പുലിയാണ്. ഈ ഫ്രെയിം ഞാൻ എവിടെയോ അതൊക്കെ വിടാം. കാന്താര ഫസ്റ്റിലത്തെ ശിവയും ഗ്യാങ്ങും ഒക്കെ ആയിട്ടും ഈ കാന്താര ചാപ്റ്റർ 1 എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയുണ്ടോ? ഇവരുടെ ഒക്കെ ഈ വരുന്ന ക്യാരക്ടേഴ്സിന്റെ ഒക്കെ പുനർജന്മം ആയിരിക്കാം ചിലപ്പോൾ കാന്താര ഫസ്റ്റിൽ കാണുന്ന ആൾക്കാർ. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പല ക്യാരക്ടേഴ്സും ഏകദേശം അതേപോലത്തെ സെയിം റോളിൽ തന്നെയാണ് രണ്ട് പടവും അഭിനയിച്ചിരിക്കുന്നത്. അതിൽ പുള്ളിയുടെ ഫ്രണ്ട്സ് ആയിരുന്നവർ ഇതിലും ഫ്രണ്ട്സ് ആണ്, അതിൽ ശത്രുക്കളായിരുന്നവർ ഇതിലും ശത്രുക്കളാണ്. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഋഷഭ് ഷെട്ടിയുടെ ഫ്രണ്ട്സ് ആണ്. പുള്ളിയുടെ ഏത് പടം എടുത്ത് നോക്കിയാൽ ഇവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവരൊക്കെ ഇതിൽ ഇന്റൻഷനലി കാസ്റ്റ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി ചാവുണ്ടിയും ഗുളികനൊക്കെ ആരാണ്? ഇവർക്ക് ശിവനും പാർവതിയൊക്കെ ആയിട്ട് എന്താണ് കണക്ഷൻ? ഒരു ദിവസം കൈലാസത്തിലിരുന്ന പാർവതി ദേവിക്ക് ചാരത്തിന്റെ ഇടയിൽ നിന്ന് ഒരു കല്ല് കിട്ടി. ഇത് പറയുമ്പോ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അത് തന്നെ, കാന്താരയില് ആ കുഞ്ഞിക്കുട്ടിക്ക് പുഴയിൽ നിന്ന് ആ തൃശൂലം പോലത്തെ സിംബലുള്ള ആ ഒരു കല്ല് കിട്ടിയ പോലെ പാർവതി ദേവി എന്താ ചെയ്തേ? ഈ കല്ല് നേരെ കൊണ്ടുപോയി ശിവന്റെ അടുത്ത് കൊടുത്തു. ശിവനാണെങ്കിൽ ഈ കല്ലെടുത്തൊരു ഒറ്റ ഏറ് കൊടുത്തു. അങ്ങനെ വീണ ആ കല്ലിൽ നിന്നാണ് ഗുളികൻ ജനിച്ചത്. ഗുളികനെ ശിവൻ നേരെ നമ്മുടെ മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് അയച്ചു. പക്ഷെ ഈ ഗുളികന് ചെറിയൊരു പ്രശ്നമുണ്ട്. ടോം ആൻഡ് ജെറിയിലത്തെ ജെറിയുടെ കസിന്റെ പോലെ ലോകത്തില്ലാത്ത വിശപ്പാണ് ഗുളികന്. പുള്ളി ഓടി നടന്ന് അവിടുത്തെ സകല സാധനങ്ങളും തിന്നാൻ തുടങ്ങി. സൂര്യനെ വരെ തിന്നാൻ നോക്കി. ഇപ്പൊ ഹിന്ദു മിത്തോളജിനെ കുറിച്ച് ചെറിയൊരു അറിവുള്ളവർക്ക് മനസ്സിലാവും, മഹാവിഷ്ണു ഇരിക്കുന്നത് പാലാഴിയിലാണ്, പാലിന്റെ ഒരു സമുദ്രം പോലത്തെ ഒരു സെറ്റപ്പില്. ആ പാല് ഗുളികൻ ഫുള്ള് കുടിച്ചു തീർക്കുകയും അതിലത്തെ മീനിനെ വരെ തിന്നുകയും ചെയ്തു. അങ്ങനെ ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ വേണ്ടി മഹാവിഷ്ണു പുള്ളിയുടെ ചെറുവിരല് ഗുളികന് തിന്നാൻ കൊടുത്തു. അതോടുകൂടി പുള്ളിക്ക് വിശപ്പടങ്ങി. വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വിഷ്ണു ഗുളികനെ ഭൂമിയിലേക്ക് അയച്ച് ലേറ്റർ അവിടുത്തെ ക്ഷേത്രപാലകനായിട്ട് നിയോഗിക്കപ്പെട്ടു. അതായത് ടെമ്പിൾസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക, ടെമ്പിൾസിനെ ലാൻഡിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. പക്ഷേ അപ്പോഴാണ് ഒരു വലിയ പ്രശ്നം നടന്നത്. പുള്ളി ഇരിക്കുന്ന സെയിം ഏരിയയിലുള്ള ഒരാളായിരുന്നു പഞ്ചുരുളി. പഞ്ചുരുളിക്ക് ആ ലാൻഡ് വേണം, ഗുളികനും അതേ ലാൻഡ് തന്നെ വേണം. അങ്ങനെ ഈ സ്ഥലത്തിന്റെ പേരിൽ ഇവർ രണ്ടുപേരും തമ്മിൽ പണ്ടാറടിയായി. പക്ഷേ ദൈവഗണങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് കോംപ്രമൈസ് ആക്കി, നിങ്ങൾ ഇനി അടിയൊന്നും കൂടരുത്, നിങ്ങൾ ചേട്ടന്റെ അനിയന്റെയും പോലെ സിബ്ലിങ്സിന്റെ പോലെ ഒരുമിച്ച് കഴിയണം എന്നും പറഞ്ഞ് കോംപ്രമൈസ് ആക്കി വിട്ടു. അതിനുശേഷമാണ് ഗുളികനെയും പഞ്ചുരുളിയും ഒരുമിച്ച് ആരാധിച്ചു തുടങ്ങിയത്. പഞ്ചുരുളി നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ ഇല്ലെങ്കിലും ഫസ്റ്റ് പാർട്ടിൽ മെയിൻ ഒരു ക്യാരക്ടറാണ്. പക്ഷെ പഞ്ചുരുളി സെക്കൻഡ് പാർട്ടിന്റെ എൻഡിങ്ങിൽ വരുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് എൻഡിങ് ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ചാവുണ്ടി എന്ന് പറയുന്നത് പാർവതി ദേവിയുടെ തന്നെ ഒരു ഫിയർസം ആയിട്ടുള്ള ഒരു രൂപമാണ്. ശിവനിൽ നിന്നും പാർവതിയിൽ നിന്നുണ്ടായിട്ടുള്ള അവതാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിബ്ലിങ്സ് ആയിട്ടാണ് കാണാറ്. അതുകൊണ്ടാണ് ഗുളികൻ ക്ലൈമാക്സിൽ ചാമുണ്ടി തന്റെ സിസ്റ്റർ ആണെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭദ്രകാളിയുടെ വേറൊരു രൂപമാണ് അവിടത്തെ ആ സൈഡിലുള്ള ചാമുണ്ടി. ഇനി നമുക്ക് എൻഡിങ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു വരാം. ബർമയുടെ ബെർത്ത് തന്നെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആര് കൊണ്ടിട്ടു എന്ത് കൊണ്ടിട്ടു എന്നൊന്നും അറിഞ്ഞുകൂടാ. അവൻ ആ ഒരു വലിയ കിണറിൽ നിന്നാണ് കിട്ടിയത്. പക്ഷെ പടം തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. വലിയൊരു ഉൽക്ക വന്ന് നമ്മുടെ ഭൂമിയിൽ പതിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് ഈ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ശരിക്കും അത് ഗുളികനെയും പഞ്ചുരുളിനെയും ഒക്കെ ഭൂമിയിലേക്ക് അയച്ചതാണ്. ശരിക്കും ബർമ ജനിച്ചത് ഇവിടെ ഭൂമിയിലേക്ക് വന്നത് ശരിക്കും ഇതുപോലൊരു ഡിവൈൻ കോസിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ അവതാരങ്ങളെല്ലാം ഭൂമിയിലേക്ക് വരുന്നത് ഒരു പ്രത്യേക കാര്യം ചെയ്യാനാണല്ലോ. അതുപോലെ തന്നെയാണ് ബർമ വന്നത്. ഈവിൾ ആയിട്ടുള്ള ആ രാജാക്കന്മാരുടെ ആ പരമ്പര തന്നെ ഇല്ലാതാക്കാൻ. നമ്മൾ കാന്താരയിൽ കണ്ട ആ മരണങ്ങളും കാട് കത്തിക്കലും കൂട്ടക്കുരുതികളും എല്ലാം നടക്കേണ്ടിയിരുന്ന സംഭവങ്ങളാണ്. ബർമയുടെ കൂട്ടുകാർ മരിച്ചതും ഇവൻ പുള്ളിക്കാരന്റെ അമ്മ മരിച്ചതും വരെ എല്ലാം നടക്കേണ്ടിയിരുന്നതാണ്. ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ പടത്തിന്റെ തുടക്കത്തിൽ നമുക്കൊരു അപ്പൂപ്പനെ കാണാം. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരാളായിട്ടാണ് പുള്ളിനെ കാണിക്കുന്നത്. പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് നമുക്ക് തൽക്കാലത്തേക്ക് അപ്പൂപ്പൻ എന്ന് വിളിക്കാം. പടത്തിൽ കാണിക്കുന്നുണ്ട് പുള്ളി
പുള്ളീനെ ബെരുമയ്ക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ചില സമയത്ത് പുള്ളി വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും കാണാൻ പറ്റും. പുള്ളി ദൈവത്തിന്റെ വിധി നടപ്പിലാക്കാൻ വേണ്ടി വന്ന ആളാണ്. നമ്മുടെ മാർവലിന്റെ ഒക്കെ ഒരു വാച്ചറിന്റെ പോലെ എല്ലാം കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോന്ന് നോക്കും. അത് നടന്നില്ലെങ്കിൽ പുള്ളി ഇടപെട്ട് അത് നേരെയാക്കും. ഒന്ന് ആലോചിച്ച് നോക്കാം, ബെരുമയ്ക്ക് ഗുളികൻ കയറി ആ കുലശേഖരനെ കൊന്നു കളഞ്ഞപ്പോ അവരെ പിടിച്ചു നിർത്തി അവന്റെ മേത്തുനിന്ന് ആ ഒരു സ്പിരിറ്റിനെ ഒഴിപ്പിച്ചത് പുള്ളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗുളികൻ എന്ന് പറയുന്നത് വളരെ ദേഷ്യക്കാരനായിട്ടുള്ള ഒരാളാണ്. പുള്ളിയുടെ മുമ്പിൽ വന്ന എല്ലാത്തിനെയും പുള്ളി കൊന്നുകളയും. അപ്പോൾ ഒരു പരിധി വിട്ടിട്ട് ഓൾറെഡി ആ രാജാവിനെ കൊന്നു കളഞ്ഞു. അപ്പോൾ ഇനി പരിധി വിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കും. അതുകൊണ്ട് തന്നെയാണ് പുള്ളി അങ്ങനെ ചെയ്യുന്നത്. അവരെ വരെ ഒഴിപ്പിക്കാൻ അത്രയും പവർഫുൾ ആയിട്ടുള്ള പുള്ളിക്കാരൻ ഒരു രാജാവ് പോലുമല്ല, അയാളുടെ ഭടന്മാര് തല്ലി പിടിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ പടത്തിന്റെ തുടക്കത്തിൽ ചെകുത്താൻ ലാസറിന്റെ രാജാവിനെ കാണുന്നുണ്ട്. പുള്ളി ഭയങ്കര ക്രൂരനാണ്, ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇയാളെ കൊല്ലണം. അതുകൊണ്ട് അപ്പൂപ്പൻ എന്ത് ചെയ്തു? പുള്ളി കുളിക്കാൻ പോകുന്ന സമയത്ത് കടലിൽ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ. അങ്ങനെ പുള്ളീനെ തല്ലി എടുത്തുകൊണ്ട് പോകുമ്പോൾ മനഃപൂർവ്വം തന്നെയാണ് ആ സ്പൈസസ്, പുള്ളിയുടെ കയ്യിലുള്ള സ്പൈസസ് അവിടെ ഇടുന്നത് രാജാവിന് കാണാൻ വേണ്ടി. നമുക്കറിയാലോ ആ മിഡീവൽ പീരീഡിൽ സ്പൈസ് എന്ന് പറയുന്ന സംഭവം ഏറ്റവും വലിയ സംഭവമാണ്. നമ്മൾ ഇന്നത്തെ സ്വർണത്തിനേക്കാളും വില അന്നുണ്ട്. അത് കണ്ടാൽ പുള്ളി എന്തായാലും കാന്താരയിലേക്ക് വരുന്നു, പുള്ളിക്ക് ഉറപ്പാണ്. അങ്ങനെ കാന്താരയിലേക്ക് വരുന്നു, അവിടെ നിന്ന് ബ്രഹ്മരക്ഷസ് കൊല്ലുന്നു. പക്ഷെ പുള്ളിയുടെ മകൻ നമ്മുടെ മേട്ടൻ അവിടെ നിന്ന് ഓടിപ്പോവാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഓർമ്മയുണ്ടോ, സ്ത്രീകളെയും കുട്ടികളെയും അവര് കൈവയ്ക്കില്ല. ഇയാൾ അങ്ങനെ ജീവനോടെ പോയിട്ട് ഏറ്റവും വലിയ വൃത്തികെട്ട മനുഷ്യനായിട്ട്, ഏറ്റവും വലിയ വൃത്തികെട്ട രാജാവായിട്ട് വളർന്നു. അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്കിന്റെ ഒരു ഗ്രൂപ്പുമായിട്ട്, കടപ്പന്മാരുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കി. സോ എല്ലാ കഥയിലെയും പോലെ ഒരു വില്ലൻ ഉണ്ടാവുകയാണ്, ഒരു രാക്ഷസൻ ഉണ്ടാവുകയാണ്. രാക്ഷസനെ കൊല്ലാൻ ആര് വരണം? ദൈവം വരണം. അങ്ങനെയാണ് ബെരുമ ജനിക്കുന്നത്. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഇവർ രണ്ടുപേരും ബാങ്ക്രയിലേക്കും പോയില്ല, അതുപോലെ തന്നെ കാന്താരയിലേക്കും പോയില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റഡ് ആയിട്ടാണല്ലോ നിന്നത്. പക്ഷെ പിന്നെ കുലശേഖരൻ കാന്താരയിലേക്ക് പോവുകയും അവരിങ്ങോട്ട് വരികയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുകയും അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതെന്തുകൊണ്ടാണ് കുലശേഖരനെ ആദ്യമേ നമ്മുടെ മേട്ടനോ നമ്മുടെ രുക്കുവോ തടയാതിരുന്നത്? അങ്ങനെ ഒരു സംഭവം അവർക്ക് വേണം. കാന്താരയും അവിടുത്തെ ദൈവങ്ങളും കടപ്പന്മാർക്ക് വേണം. അതുപോലെ തന്നെ അവിടുത്തെ സ്പൈസസും കാര്യങ്ങളൊക്കെ ഇവർക്കും വേണം. അവരിത്രയും നാള് മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. അല്ലാതെ അവർക്ക് കാന്താര വേണ്ട എന്നൊരു സിറ്റുവേഷനോ അങ്ങനെ ഒരു ചിന്ത പോലും അവർക്ക് പോയിട്ടില്ല. കാന്താരയിലുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണ്? അവർ സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് രുക്കു ഇവിടെ ഓവർ പവർ ചെയ്യുന്നത് പുള്ളീനെ. അങ്ങനെ ഒരാൾ വന്നാലേ അവരെ എതിർക്കാൻ പറ്റുള്ളൂ, അവരെ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ബെരുമ ഒരു സാധാരണക്കാരനല്ല, മറിച്ച് ഒരു ദൈവികമായിട്ടുള്ള ജന്മമാണെന്നും അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ സോങ്ങിന്റെ ഇടയിൽ പുള്ളിയുടെ മുടിയും നഖമൊക്കെ കട്ട് ചെയ്തിട്ട് അത് ആഭിചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അറിയാത്തൊരു സംഭവമുണ്ട്. ഗുളികനും ചാമുണ്ടിയും ഒക്കെ പുള്ളിയുടെ, അതായത് ഋഷഭ് ഷെട്ടിയുടെ ക്യാരക്ടറായിട്ടുള്ള ബെരുമയുടെ മേത്ത് കയറും എന്നുള്ള സംഭവം അത് ഇവർക്ക് ഒരു പിടിയില്ലാത്ത സംഭവമാണ്. കാരണം അത് കണ്ട ആൾക്കാരെ ആരും ജീവനോടെ ഇല്ല. കുലശേഖരനെ പുള്ളി കൊന്നളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഭടന്മാരും കാര്യങ്ങളൊക്കെ പുള്ളി മറ്റേ ചെണ്ട കൊട്ടണ പോലെ കൊന്നളഞ്ഞതാണ്. പക്ഷേ അവസാനമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പടത്തിൽ വില്ലനല്ല, മറിച്ച് വില്ലത്തിയാണെന്ന്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഗുളികന് പുള്ളിക്കാരിനെ തൊടാൻ പറ്റില്ല. കാരണം സ്ത്രീകളെയും കുട്ടികളെയും അവരൊന്നും ചെയ്യില്ല. അപ്പോഴാണ് ചാമുണ്ടി ദേഹത്ത് കയറി രണ്ടുപേരെയും സോഡാ സർബത്ത് പിഴിയുന്ന പോലെ പിഴിഞ്ഞു കൊല്ലുന്നത്. പക്ഷെ ക്ലൈമാക്സിലെ ആ ഒരു ഭൂതക്കോലത്തിന്റെ ആ ഒരു ഡാൻസ് സീക്വൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ചാമുണ്ടി ഇതെല്ലാം തൻ്റെ മക്കളാണ്, ഈ ലാൻഡും ഇവരെല്ലാവരും ഞങ്ങളുടെ മക്കളാണെന്ന് പറഞ്ഞ് എല്ലാവരുടെയും കൈ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ പുണരുന്നുണ്ട്. അതുപോലെ തന്നെ അതിങ്ങനെ പിടിച്ചിട്ട് പഞ്ചുരുളി തെയ്യം സൈഡിൽ നിൽക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഫസ്റ്റ് പാർട്ടിലെ ഗുരുവയാണ്. ഗുരുവ മരിച്ചതിന് ശേഷമാണ് ഗുളികൻ വരുന്നത്. പുള്ളിക്കാരൻ ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ പോവാണെന്നും പറഞ്ഞ് പോവാണ്. ശരിക്കും അത് ചാമുണ്ടിയാണ്, ഗുളികനല്ല. ഗുളികൻ പിന്നെ കാണുന്നേ ഇല്ല, നമ്മുടെ ആ ഒരു പോർഷനിൽ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഗുളികൻ അവതരിക്കുന്നത് 1000 വർഷത്തിന് ശേഷം സെയിം സ്ഥലത്ത് ശിവന്റെ മേത്താണ്. അവിടെയും ലാസ്റ്റ് ഇത് തന്നെയാണ് ചെയ്യുന്നത്. ആ തെയ്യം അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറിനെ വിളിച്ചിട്ട് ഇതെല്ലാം ഞങ്ങളുടെ മക്കളാണ്, നീയും ഇനി എൻ്റെ മകനാണ്, ഇവരെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണെന്നും പറഞ്ഞ് പോവാണ്. ശരിക്കും അത് അവർ വെർബലി ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ആ ഒരു ആക്ഷൻസ് ആൻഡ് നമ്മുടെ ആ ഒരു ഫീൽ, എനിക്ക് ഇത് കണ്ടപ്പോൾ ശരിക്കും ഇതാണ് ഫീൽ ആയത്. ആൻഡ് ഇനി നമുക്കറിയാനുള്ളത് ആ കാന്താരയിലെ ആ കിണർ എങ്ങനെയാണ് മൂടിപ്പോയതെന്നും ഇനി ചാമുണ്ടിയും ഗുളികനും പഞ്ചുരുളിയും ഒക്കെ ഇനി തിരിച്ചു വരുമെന്നാണ്. അതറിയാൻ ഇനി ഒരു 2-3 കൊല്ലം കൂടി കാത്തിരിക്കേണ്ടി വരും അടുത്ത പടത്തിന്.